ശ്രീ രാഹുൽ, താങ്കൾ പറഞ്ഞിരുന്നു എൻ ശ്രീകുമാർ സാർ ഈ കേരളത്തിലല്ലേ ജീവിക്കുന്നതെന്ന്. എന്താണ് താങ്കൾക്ക് അങ്ങനെ ഒരു കാര്യം തോന്നാൻ ഇടയായത്? ശ്രീ എൻ ശ്രീകുമാർ സാറിന് എന്റെ രാഷ്ട്രീയ അറിവിന്റെ 10,000 ഇരട്ടി അറിവുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് കൃത്യമായി കാര്യങ്ങളെല്ലാം ആഴത്തിൽ അറിയാം. പക്ഷെ എല്ലാ നല്ല കോൺഗ്രസ്സുകാരെ പോലെ അദ്ദേഹം ഒരു നെഹ്റൂവിയൻ മതേതര ലൈൻ പിടിക്കുകയാണ്. ഞാൻ 2 പോയിന്റുകളിൽ സത്യമായിട്ട് പറയാം. അദ്ദേഹത്തിന്റെ 10,000-ലൊന്ന് അറിവുള്ള ഞാൻ പക്ഷേ 100% സത്യസന്ധമായിട്ട് പറയാം. കേരളത്തിൽ 3 പ്രധാനപ്പെട്ട വോട്ടിംഗ് ബ്ലോക്കുകളുണ്ട്. ഈ കാവി സൂചിപ്പിക്കുന്നത്, കുങ്കുമ സൂചിപ്പിക്കുന്ന ഹിന്ദുക്കളെയാണ് 54%. ഈ പച്ച സൂചിപ്പിക്കുന്ന മുസ്ലിങ്ങളെയാണ് 27 മുതൽ 29%. ഈ വെള്ള സൂചിപ്പിക്കുന്ന ക്രിസ്ത്യാനികളെയാണ് 18%. നമ്മുടെ കൊടി പോലെ ഇന്ത്യയിൽ കൃത്യമായി ഈ 3 സമുദായങ്ങളുണ്ട്. ഇനിയും ഹിന്ദു സമുദായത്തിനുള്ളിൽ തന്നെ ഏകദേശം 15%-ഓളമാണ് സവർണ ഹിന്ദു, നായർ അടങ്ങുന്ന സവർണ ഹിന്ദു സമൂഹം. ഏകദേശം 26-28%-ആണ് OBC-കൾ പ്രധാനമായി അടങ്ങുന്ന ഈഴവ സമൂഹം. അതിനോടൊപ്പം മറ്റ് നാടാർ, ഒരു വിശ്വകർമ്മ സമൂഹങ്ങളുണ്ട്. പക്ഷെ പ്രധാനമായിട്ടും ഈഴവ സമൂഹമാണ്. പിന്നീട് നമ്മുടെ SC/ST സമൂഹങ്ങളുണ്ട്. കേരളത്തിന്റെ കണക്കെടുത്താൽ ഏകദേശം 1,90,00,000 ഹിന്ദുക്കൾ, 1 കോടി മുസ്ലിങ്ങൾ, ഏകദേശം 70 ലക്ഷം ക്രിസ്ത്യാനികൾ. ഇങ്ങനെയാണ് കണക്ക്. ഇത് എല്ലാ രാഷ്ട്രീയക്കാരനും, ഞാനിത് ബ്രോഡായിട്ട് പറയുന്നെങ്കിൽ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസി വഹിച്ച് തിരിച്ച് കണക്കുകൾ അറിയാം. ഈ കണക്കുകളും കൂടി വെച്ചിട്ടാണ് ഈ ആൾക്കാരെ എല്ലാം നിയമിക്കുന്നത്. ഇതിനെ ബാലൻസ് ചെയ്യുന്നതാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ചെയ്തത്. പുള്ളി ഇന്നത്തെ മാത്രമല്ല, അന്നത്തെ കാലത്തും ഈ വ്യത്യസ്ത കമ്മ്യൂണിറ്റീസിനെ മതസൗഹാർദ്ദത്തിലൂടെ ഒന്നിച്ചു ചേർത്താണ് പോകുന്നത്. ഇനി നിയമത്തെ സ്പെസിഫിക് കണക്കുകൾ പറയാം. നിയമം ഏകദേശം 2021-ലെ കണക്ക്, ഏകദേശം നിയമത്ത് 2,04,718 വോട്ടുകൾ ഉണ്ടെന്നാണ് എസ്റ്റിമേഷൻ പറയുന്നത്. അതിൽ നായർ സമുദായം 35%-ഓളം ഉണ്ട്. 70,000 മുതൽ 72,000 വരെ വോട്ടുകൾ. ഇതാണ് അതിന്റെ എസ്റ്റിമേഷൻ. അത് കുറഞ്ഞു രാഹുലെ. 2026 ഇത്തവണ വന്നപ്പോൾ നേമത്ത് വോട്ടർമാരുടെ എണ്ണം കുറഞ്ഞു. അത് തിരുവനന്തപുരത്തെ ഒരു പ്രത്യേകതയാണല്ലോ. നേമത്തും കഴക്കൂട്ടത്തും വട്ടിയൂർക്കാവിലും തിരുവനന്തപുരം സെൻട്രലിലാണ് ഏറ്റവും കുറഞ്ഞത്. 50,000-ഓളം വോട്ടുകൾ തിരുവനന്തപുരം സെൻട്രലിൽ മാത്രമേ SIR-ന് ശേഷം. അതെ, സംസ്ഥാനത്തിന് മറ്റു പല വിഭാഗങ്ങളിലും വോട്ടർമാരുടെ എണ്ണം കൂടിയപ്പോൾ എറണാകുളം മണ്ഡലത്തിലും അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയുടെ ഈ നഗരപ്രദേശങ്ങളിലും വോട്ടുകൾ കുറയുകയായിരുന്നു. നേമത്തും കുറഞ്ഞു. ഞാൻ പുതിയ കണക്കുകൾ 2021-ലെ കണക്കുകൾ വെച്ചാ പറയുന്നത്. കാര്യം ബാക്കി കണക്കുകളുടെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല. ഇതിൽ ഏകദേശം നായർ സമുദായം 33-35% മുസ്ലിം സഹോദരങ്ങൾ ഏകദേശം 15-16%. നാടാർ സമുദായത്തിന് നല്ല റെപ്രസെന്റേഷൻ ഉണ്ട്, 14-16% ഉണ്ട്. ഈഴവ, തീയ അടക്കമുള്ള OBC ബ്ലോക്കുകൾ 10 മുതൽ 15% വരെയാണ്. SC വോട്ടർമാർ ഏകദേശം 7 മുതൽ 9 അല്ലെങ്കിൽ 10% വരെയുണ്ട്. ഇനി ചില ക്രിസ്ത്യൻ സമുദായമുണ്ട്, നാടാർ ക്രിസ്ത്യാനികളല്ലാത്ത 4 മുതൽ 7%. പിന്നെ ബാക്കിയുള്ളവർ ഇവരെല്ലാം ജാതിയുടെ മതത്തിന്റെ ബേസിലൊന്നുമല്ല വോട്ട് ചെയ്യുന്നത്. വലിയൊരു മതേതര വോട്ടുകൾ കേരളത്തിലുണ്ട്, അത് നമ്മുടെ അഭിമാനം തന്നെയാണ്. പക്ഷേ വലിയൊരു ശതമാനം സമുദായം, സ്വത്വം, ഇതൊക്കെ നോക്കി കൂടിയാണ് വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വിശ്വപൗരനായ ശ്രീ ശശി തരൂർ സാറിനെ എറണാകുളത്തോ മലപ്പുറത്തോ കൊണ്ട് നിർത്താത്തത്. ശശി തരൂർ സാറ് വിശ്വനായരാണ്, പക്ഷേ തിരുവനന്തപുരത്ത് നിൽക്കുന്നതാണ് എല്ലാ കാര്യങ്ങളും കൊണ്ടും നല്ലത്. അങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖർജി വേഴ്സസ് ശ്രീ ശശി തരൂറിന്റെ ഫൈറ്റ് വരുന്നത്. പണ്ട് ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്. ചാൾസ് നാടാർ സാറായിരുന്നു 3 തവണ. കാര്യം നായർ നാടാർ ഡോമിനേഷൻ ഉള്ളതാണ്. അപ്പം BJP-യുടെ പ്രധാന സ്പേസ് എന്താണ്? BJP പണ്ട് ബ്രാഹ്മണരായിരുന്നു BJP-ക്ക് കൂടുതൽ വോട്ട് ചെയ്യുന്നത്. നമ്മുടെ അഗ്രഹാരങ്ങളിൽ നിന്നും മറ്റുമുള്ള വളരെ ചെറിയ ശതമാനം വോട്ടുകളേ ഉള്ളൂ. ഞങ്ങൾ ബ്രാഹ്മണരെല്ലാം കൂടെ നോക്കിയ കേരളത്തിൽ 1%, ശരിക്കും 1%, 1.5% ഉള്ളൂ. നമ്മൾ വെളിയിൽ 3% എന്ന് പറയും, പക്ഷെ ശരിക്കും 1.5%-മേ ഉള്ളൂ. സുഹാർ നായർ സാറും വെളിയിൽ 15% എന്ന് പറയും, പക്ഷെ ശരിക്കും 12-13% നായന്മാർ മാത്രമേ കാണൂ. അപ്പോ ഈ വ്യത്യസ്ത കമ്മ്യൂണിറ്റീസിന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് ഇന്ത്യയുടെ എലക്ഷൻ. ഇത് സത്യസന്ധമായി മനസ്സിലാക്കാതിരുന്നിട്ട് കാര്യമില്ല. അവിടെയാണ് നരേന്ദ്രമോദിജി, അദ്ദേഹത്തിന് RSS ബാക്ക്ഗ്രൗണ്ട് ആണ്, പക്ഷെ അദ്ദേഹം പോലും വളരെ സട്ടിലായിട്ട് ഞാനൊരു OBC നേതാവ് കൂടിയാണ് എന്ന് താങ്കൾ പറഞ്ഞു വരുന്നത് ന്യൂനപക്ഷ ഏകീകരണം സംസ്ഥാനത്ത് ഉണ്ടാകും ഇത്തവണ, ഉണ്ടായിട്ടുണ്ട് ഇത്തവണ, അത് UDF-ന് അനുകൂലമാകും ഇത്തവണ. കുറച്ചുകൂടെ പച്ചയ്ക്ക് പറയാം, സംസ്ഥാനത്ത് വളരെ ശക്തമായി മുസ്ലിം ക്രിസ്ത്യൻ ഏകീകരണം ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസിന്റെ നായർ മുഖ്യമന്ത്രി ജയിക്കുകയാണെങ്കിൽ അതിന് അവർക്ക് ഉള്ളിന്റെ ഉള്ളിൽ നന്മയുടെ കടപ്പാട്. ഈ മുസ്ലിമും ക്രിസ്ത്യാനിയും വർക്ക് ചെയ്തത് അവർക്ക് വേണ്ടിയല്ല. അവർ ഒരു നായരായിരിക്കും മുഖ്യമന്ത്രി വരുന്ന എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പൊ കുഞ്ഞാലിക്കുട്ടി നായർ എന്നാണ് കുഞ്ഞാലിക്കുട്ടി സാറിന്റെ പേരെങ്കിൽ കുഞ്ഞാലിക്കുട്ടി സാർ മുഖ്യമന്ത്രി ആവുമായിരുന്നു. പക്ഷേ എനിക്കറിയാം, വ്യക്തിപരമായിട്ട് അറിയാം, പല പള്ളിയിലച്ചന്മാരും അതിശക്തമായി വിളിച്ച് UDF-നും കോൺഗ്രസിനും ക്യാമ്പയിൻ ചെയ്തു. നാടിന്റെ പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. മുസ്ലിം സമൂഹം അങ്ങനെ വോട്ട് ചെയ്ത് നാടിന്റെ പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് എന്താ അറിയാമോ? ഇതെല്ലാം മതേതരമാണെന്ന് പറയും, എന്നിട്ട് ക്യാബിനറ്റ് വരുമ്പോൾ നായർ കരയോഗം പോലിരിക്കും, എന്നിട്ട് അതാണ് മതേതരത്വം എന്നും കൂടെ പറയും. അതാണ് എല്ലാം കഴിഞ്ഞിട്ട് അതും കൂടാണ് സഹിക്കാൻ പറ്റാത്തത്. അതായത് യഥാർത്ഥത്തിൽ നായന്മാരിൽ 40-42% BJP-ക്കാണ് വോട്ട് ചെയ്യുന്നത്. ബാക്കി 30% വെച്ചാണ് LDF-ന് UDF-ന് വോട്ട് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ടുഡേസ് ചാണക്യയുടെ കണക്ക്. ബ്രോഡ്ലി അത് ശരിയുമാണ്. ഇപ്പൊ യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ പണി എന്താ? ശ്രീകുമാർ സാർ അടക്കമുള്ളവരുടെ ജോലി എന്താ?
നാളെ നായർ വോട്ടുകൾ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയത് തിരിച്ചു കൊണ്ടുവരണം. ഇത് സത്യസന്ധമായി മനസ്സിലാക്കാതെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും? അതായത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഹിന്ദു പാർട്ടി കോൺഗ്രസ് ആണ്. പണ്ടത്തെ ബ്രാഹ്മിൺ ബനിയ പാർട്ടി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആണ്. കോൺഗ്രസിന് അവരുടെ ബേസ് പോയത് കൊണ്ടാണ് ഉത്തരേന്ത്യയിൽ അടക്കം പിടിച്ചു നിൽക്കാൻ പറ്റാത്തത്. ഈ നെഹ്റുവിയൻ സെക്കുലറിസം കൊണ്ട് ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ നമുക്ക് അളക്കാൻ പറ്റില്ല. അവിടെയാണ് ഗാന്ധിയൻ പ്ലൂറലിസം അല്ലെങ്കിൽ ഗാന്ധിയൻ മതസൗഹാർദ്ദം എന്ന് വരികയും പക്ഷേ ഇത്തവണ കേരളത്തിൽ ഇത്തവണ ഈ പറയുന്ന ക്രൈസ്തവ മുസ്ലിം വോട്ടുകൾ കൊണ്ട് UDF അധികാരത്തിൽ വരും, അത് താങ്കൾ പറയുന്നുണ്ടല്ലോ അല്ലേ? അല്ല, പച്ചയ്ക്ക് കൂടെ പറയാം. ടുഡേ ചാണക്യയുടെ കണക്ക് 60-62% എന്നാണ്. എനിക്ക് തോന്നുന്നില്ല, കുറച്ചുകൂടെ ആണെന്നാണ് എന്റെ അണ്ടർസ്റ്റാൻഡിങ്. അതായത് നിയർലി 70% ഓഫ് ദി മുസ്ലിം കമ്മ്യൂണിറ്റി അങ്ങനെ വോട്ട് ചെയ്താലേ കോൺഗ്രസ് വരൂ. നിയർലി 70% മുസ്ലിം കമ്മ്യൂണിറ്റിയും 65% ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസും അടിയുറച്ച് UDF വോട്ട് ചെയ്ത മാത്രമേ UDF ഒരു 90-85 ടച്ച് ചെയ്യൂ. ഇല്ലെങ്കിൽ ടുഡേ ചാണക്യ 75-ന്റെ റേഞ്ചിലാണെങ്കിൽ ഒരു പക്ഷേ 60-65 ആയിരിക്കും. ഈ സത്യം മനസ്സിലാക്കിയിട്ട് ഈ നായർ മുഖ്യമന്ത്രിയാകുന്ന വ്യക്തിക്ക് ഈ തിരിച്ചറിവ് ഉണ്ടാകണം. ഇല്ലെങ്കിൽ അടുത്ത ഇലക്ഷനിൽ നായന്മാർ വോട്ട് ചെയ്യൂല. ഈ നായർ വോട്ടുകൾ തിരിച്ച് കോൺഗ്രസിലോട്ട് വരണ്ടേ? അത് വരണമെന്നുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് ആദ്യം അംഗീകരിക്കണം. ആ പ്രോബ്ലം അംഗീകരിക്കാതെ ഇതെല്ലാം എല്ലാവരുടെയും ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് പാവം മുസ്ലിം ലീഗിനെ കൊണ്ട് ത്യാഗം ചെയ്യിക്കും. മുസ്ലിം ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കൂല, എക്സ്ട്രാ മന്ത്രിസ്ഥാനം കൊടുക്കൂല. കാര്യം കൊടുത്താൽ നായന്മാർ അടുത്ത ഇലക്ഷൻ നമുക്ക് വോട്ട് ചെയ്യില്ല എന്ന് പറയും. ഈ രാഷ്ട്രീയ കാപട്യം ആരോട് പറയാനാണ്? അപ്പോൾ മുസ്ലിം ലീഗിന്റെ ഏത് സമ്മർദ്ദത്തിനും വഴങ്ങണമെന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? അല്ലല്ല, താങ്കൾ പറയുന്നത് മുസ്ലിം ലീഗിന്റെ ഏത് സമ്മർദ്ദത്തിനും വഴങ്ങണം. നേരെ തിരിച്ചല്ല മഞ്ജുഷ, ആലോചിച്ച് നോക്കും. മുസ്ലിം ലീഗിന്റെ മാന്യതയല്ലേ അവർ ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കാത്തത്? ശരിക്കും ഇതിൽ ഈ UDF മിനിസ്ട്രി വന്നാൽ ഏറ്റവും യോഗ്യത കുഞ്ഞാലിക്കുട്ടി സാറിനല്ലേ മുഖ്യമന്ത്രിയാകാൻ? UDF ഏറ്റവും തലമുറ ലീഗ് ചോദിക്കില്ല എന്ന് താങ്കൾക്ക് എങ്ങനെ അറിയാം? ലീഗ് ചോദിക്കില്ല. അല്ല, തങ്ങളടക്കം പാണക്കാട് മുനവർലി തങ്ങളടക്കം ഞങ്ങൾക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹതയുണ്ട്, പക്ഷേ ചോദിക്കില്ല എന്ന് പറഞ്ഞാൽ ലീഗിനെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമായിട്ടല്ല, അതൊരു സാമുദായിക സാംസ്കാരിക ആത്മീയ പ്രസ്ഥാനമാണ്. യൂഷ്വൽ രാഷ്ട്രീയക്കാരെ പോലെ പറഞ്ഞു വളർന്ന ശീലമില്ല. ഇനി നേരെ തിരിച്ച് 2-3 നായന്മാരെ ടോപ്പ് ക്യാബിനറ്റിൽ കൊണ്ടുവരികയാണെങ്കിൽ കുഞ്ഞാലിക്കുട്ടി സാറിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാതെ ബാലൻസ് ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം മഞ്ജുഷ് അറിയാൻ എനിക്കറിയാം, നാട്ടുകാർ കേൾക്കാൻ പറയുന്നതാ. ഇങ്ങനെ ഇരുന്ന് എഴുതി കൂട്ടിയാണ് മന്ത്രിസഭ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഇരുന്ന് എഴുതി കൂട്ടിയാണ് ഓരോ സ്ഥാനങ്ങൾ നിശ്ചയിക്കുന്നത്. ഇങ്ങനെ ഇരുന്ന് എഴുതി കൂട്ടിയാണ് നമ്മുടെ സ്റ്റാഫിൽ അംഗങ്ങളെ പോലും ഒരു സംശയമില്ലാത്ത കാര്യമാണ്. രാഹുൽ പറയുന്നതുകൊണ്ട് ഞാൻ യോജിക്കുകയാണ് കേട്ടോ. ശ്രീ N. ശ്രീകുമാർ എന്നിട്ട് മതേതരത്വം പറയുകയും ചെയ്യും. പെട്ടെന്ന് ഒരു കാര്യം കൂടെ, തുഷാർ വെള്ളാപ്പള്ളി സെൻകുമാർ സാറിനെ DGP ആക്കാൻ വേണ്ടി ഞങ്ങളുടെ സമുദായത്തിൽ നിന്ന് ഒരാളാണ് പോയി സമ്മർദ്ദം ചെലുത്തിയ കാര്യം പറയുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് കവട മതേതരത്വം പറയുകയും ചെയ്യും. അതാണ് പ്രശ്നം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.